ഞാൻ ഇന്നേ ഒരു അടിപൊളി ഭക്ഷണം കഴിച്ചു കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എൻ്റെ അനിയത്തിമാർ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ഒത്തിരി സന്തോഷമായി ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആ ഒരു ഫുഡ് കഴിച്ചപ്പോഴേ. ഫുഡ് ടേസ്റ്റിയാണ്, ഒപ്പം നമ്മുടെ സറൗണ്ടിങ്സും അങ്ങനെ ആകുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. എന്താണ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും അതുണ്ടാക്കി കഴിച്ചിട്ട് പറയണം. ഞാൻ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ മൊബൈൽ എടുക്കാത്ത കാരണം ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. ഒരു പക്ഷെ നിങ്ങൾ പലരും അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒരു അനിയത്തിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊണ്ടുവന്നു. എന്താ കോമ്പിനേഷൻ നിങ്ങൾക്കറിയാമോ? പുട്ട്, പയർ, പപ്പടം, രസവട, രസം, അച്ചാർ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. അച്ചാറുണ്ടാക്കാൻ അവൾ മിടിക്കുക കേട്ടോ. അപ്പോൾ അവളുടെ അച്ചാർ നല്ല ടേസ്റ്റിയാണ്. എല്ലാം കൂടെ ആയപ്പോഴേ ഒപ്പം അതിൻ്റെ കൂടെ കടിയുടെ കൂടെ കുടിക്കാനേ കട്ടൻ ചായ. എന്താ ഒരു വൈബ്, പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നമ്മളിതുവരെ കഴിച്ച ഭക്ഷണമൊന്നും നമുക്ക് ഒരിടത്തും ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങളെ, എൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇച്ചിരി മുമ്പ് വന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളടുത്ത് അതൊന്ന് പറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അറിയാമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് പുട്ട്, പയർ, പപ്പടം, രസവട പ്ലസ് അച്ചാർ പ്ലസ് കട്ടൻ ചായ. കഴിച്ചു നോക്കിയിട്ട് പറയണേ കേട്ടോ. ഞാനിങ്ങനെ വന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തന്നെ കേട്ടോ. ഞാനത് ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് പറയണല്ലോ, രസവട അറിയാമല്ലോ, രസവട അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് പറയും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.